ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന വിഷയാധിഷ്ഠിത വിശദീകരണത്തിലേക്ക് സഹൃദയരായ ശ്രോതാക്കൾക്ക് സ്വാഗതം. നിഷ്പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലപ്പോഴായി ചാനലുകളിൽ മുഖം കാണിക്കുന്ന ശ്രീജിത്ത് പണിക്കർ വാസ്തവത്തിൽ ഒരു പൂച്ച സന്യാസിയാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ പക്ഷപാതപരമായ നിലപാടുകളെ കരുത്തുള്ള ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെതിരെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ നടത്തിയ നാടകം തികച്ചും ലജ്ജാകരമാണ്. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്നുപോലും അത് തെറ്റാണെന്നോ അതിനെ ഖണ്ഡിക്കാനോ കഴിയാതെ പോയ കാര്യം അത് കേട്ടവർക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ആ വിശദീകരണം തികച്ചും വിജയകരമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വരികയും രാഹുൽ ഗാന്ധിയെ ഒരു ഫ്രോഡാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ സാധുതയെ നാം ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉന്നയിച്ച വാദഗതികളിൽ ഒന്നുപോലും വസ്തുതയില്ലെന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ഈ ചിന്താഗതി, അദ്ദേഹത്തിന്റെ അവതരണം തെറ്റാണെന്ന് പറയാൻ. ഏതായാലും ചില ചോദ്യങ്ങൾ ശ്രോതാക്കളോടും ശ്രീജിത്ത് പണിക്കരോടും ചോദിക്കുവാൻ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ പത്രപ്രവർത്തകർ ബാധ്യസ്ഥരാണ്. വോട്ടർ പട്ടികയിൽ വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് 00 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവ്യമാണ്, എല്ലാവർക്കും വീട്ട് നമ്പർ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ, വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, പാലത്തിന്റെ അടിയിൽ അന്തിയുറങ്ങുന്നവരുണ്ട്, അതൊക്കെ ഏറെക്കുറെ ശരിയാണ്. എന്നാൽ മാതാപിതാക്കളുടെ സ്ഥാനത്ത് XYZ എന്ന് ചൂണ്ടിക്കാണിച്ചതിന് ഉത്തരം പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 1000 ശ്രീജിത്ത് പണിക്കർ ഒരുമിച്ച് നിന്ന് ബുദ്ധി ഉപയോഗിച്ചാലും ഈ വിവരം കെട്ട ന്യായീകരണത്തിന് ഉത്തരം പറയാൻ കഴിയുകയില്ല. എന്നിട്ടും അദ്ദേഹം വലിയ ബുദ്ധി ചവയുകയാണ്. രണ്ടാമതായിട്ട് 125 വയസ്സുള്ള ഒരു വ്യക്തി കന്നി വോട്ടറായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കർണാടകയിലാകട്ടെ 8 പേർക്ക് അന്തിയുറങ്ങുവാൻ സൗകര്യമില്ലാത്ത ഒരു വീട്ടിൽ 85 വോട്ടർമാരെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ കൊച്ചിയിൽ തന്നെ രസകരമായ ചില കാര്യങ്ങൾ പത്രപ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട്. 35 പേരുണ്ടെന്ന് വോട്ടർ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ആ പട്ടികയിൽ 2 പേർ മാത്രമാണ് താമസിച്ചിരുന്നത്. അവിടെ അന്വേഷിച്ചെന്നപ്പോൾ 2 പേർ മാത്രം, മറ്റ് ഉള്ളവർ എവിടെയാണെന്ന് ഈ താമസക്കാർക്ക് പോലും അറിയില്ല. മേൽവിലാസമില്ലാത്തവർ. ഈ കൊച്ചിയിൽ നടന്ന കാര്യമാണ്. ഒറ്റ വീട്ടിൽ 300 പേർ വരെ ഉള്ള പട്ടിക കണ്ടെത്തിയിട്ടുണ്ട്. 83 പേരുണ്ടായിരുന്ന ഒരു വീട്ടിൽ അന്വേഷിച്ചെന്നപ്പോ വീടുമില്ല, ആളുകളുമില്ല. ഇതൊക്കെ വ്യാജമാണെന്ന് മനസ്സിലാക്കുവാൻ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു 10% ബുദ്ധി മതി. പോരാ. രാഹുൽ ഗാന്ധി പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. EVM രേഖപ്പെടുത്തുന്ന വോട്ടർമാരുടെ പട്ടികയിൽ 5 മണി കഴിഞ്ഞ് ധാരാളം പേർ പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്ത് നേരത്തെ ക്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ വോട്ടർമാരുടെ സംഖ്യ വലുതാണ്. അതെങ്ങനെ സംഭവിക്കുന്നു?
EVM-ന്റെ തട്ടിപ്പാണ് എന്ന കാര്യം നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ മഹാരാഷ്ട്ര ഒഡീസ തെരഞ്ഞെടുപ്പിൽ 5 കോടിയിൽ പരം വ്യാജ വോട്ടർമാരുടെ പേരുകൾ കണ്ടെത്തിയിട്ടുണ്ടത്രേ. അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒരു കണിക പോലും വിശദീകരിക്കാനാവാതെ BJPയുടെ B ടീമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ഇലക്ഷൻ കമ്മീഷണറെ ഇനി ചോദ്യം ചെയ്യേണ്ട ഈ വിധത്തിലല്ല, അദ്ദേഹത്തെ പാർലമെന്റിൽ കൊണ്ടുവരുവാനുള്ള നീക്കം പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമായിരിക്കുന്ന ഘടകമാണ്. അദ്ദേഹത്തെ കപട സന്യാസി എന്നല്ലാതെ മറ്റെന്ത് പേരാണ് വിളിക്കേണ്ടിയിരിക്കുന്നത്? പാർലമെന്റിന് വിധേയപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് പാർലമെന്റിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് സംഭവിക്കും. മാത്രമല്ല, ഒരു ഞായറാഴ്ചയാണ് ഇലക്ഷൻ കമ്മീഷണർ ഇതിന്റെ വിശദീകരണത്തിന് തെരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണല്ലോ, രാഷ്ട്രീയ നേതാവല്ല. പിന്നെ എന്തുകൊണ്ട് ഞായറാഴ്ച തെരഞ്ഞെടുത്തിരിക്കുന്നു വിശദീകരണത്തിന്? കാരണം വ്യക്തമാണ്. ഞായറാഴ്ചയാണ് ബീഹാറിൽ ഈ തട്ടിപ്പിന്റെ പ്രചാരണ സംവിധാനവുമായി രാഹുൽ ഗാന്ധി ഒക്കെ പ്രതിഷേധ യാത്ര നടത്തുന്നത്. അന്ന് തന്നെ വിശദീകരിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തുകയായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം വിരളി പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സിദ്ധാന്തങ്ങളും വിശദീകരണങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ ഇത്തരത്തിലുള്ള നീക്കം ഇന്ത്യൻ ജനതയെ ഒരു വിധത്തിലും അല്ലെങ്കിൽ ജനതയ്ക്ക് ഒരു വിധത്തിലും പ്രയോജനകരമല്ലെന്ന് പറയുവാൻ ഞങ്ങൾ തയ്യാറാണ്. ആഗമം മീഡിയ ഇതിനെതിരെ ശക്തിയുക്തം വാദിക്കുകയും പൊരുതുകയും ചെയ്യും. ഞങ്ങളുടെ ഈ ഉദ്യമങ്ങളെ സൗഹാർദ്ദമായി സമീപിക്കുകയും ഇതിനോട് അനുഭവം പ്രകടിപ്പിക്കുകയും ചെയ്ത ധാരാളം പേരുണ്ട്. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഉപസംഹരിക്കുന്നു.